നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇരട്ടച്ചങ്കൻ ഉറക്കമില്ലെന്നാണ് പാർട്ടിയിൽ നിന്ന് തന്നെ വിവരം ചോർന്നിരിക്കുന്നത്. പാർട്ടിയിലെ പിണറായി എതിരാളികൾ ഇത് ആഘോഷമാക്കുന്നു. കേന്ദ്രം രാഷ്ട്രീയം കളിച്ചില്ലെങ്കിൽ ഇത്തവണ വീണയുടെ കയ്യിൽ ഉറപ്പായും വിലങ്ങ് വീഴും. കാരണം തൂക്കി അകത്തിടാനുള്ള എല്ലാ വകുപ്പുകളും ഇഡിയുടെ പക്കലുണ്ട്. അതായത് ഈ മാസം തന്നെ അറസ്റ്റിനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നാണ് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അച്ഛന്റെ പേരിൽ മകൾ മുക്കിയ സ്വത്ത് വകകൾ കണ്ടുകെട്ടാനും സാധ്യതകളേറെയാണ്. പുത്രി ദുഃഖത്താൽ പിണറായി നീറിപ്പുകയും. അത്രയ്ക്കുണ്ട് ചെയ്ത പാപങ്ങൾ. അത് തഞ്ചാവൂരിലോ ഗംഗയിലോ പോയി മുങ്ങിയാൽ ദൈവത്തിന് മുന്നിൽ കുമ്പിട്ടാലും തീരില്ല. അയാൾ അനുഭവിച്ചേ തീരൂ. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ സൈബറിടത്തിൽ സ്വന്തം ജനം പ്രാകുന്നത് ഇങ്ങനെയാണ്. ഇന്നോളം കേരളം ഭരിച്ചിട്ടുള്ള ഒരു മുഖ്യമന്ത്രിമാരെയും ജനങ്ങൾ ഇങ്ങനെ പ്രാകിയിട്ടുണ്ടാകില്ല. പിണറായിയോടുള്ള വെറുപ്പാണ് മലയാളികൾ പ്രകടിപ്പിക്കുന്നത്. ഒപ്പം ഈ പാർട്ടിയെ നശിപ്പിച്ചതിലുള്ള വിദ്വേഷം പാർട്ടിക്കാർ തന്നെ പിണറായിക്ക് നേരെ ചീറ്റുന്നു. SFIO നടപടികളെ ഡൽഹി ഹൈക്കോടതിയും തടയാത്ത സാഹചര്യത്തിൽ വീണ വിജയന് തുടർന്നുള്ള ദിവസങ്ങൾ ഏറെ നിർണായകമാണ്. ഈ മാസം 21-ന് കേസ് വീണ്ടും ഡൽഹി ഹൈക്കോടതി പരിഗണിക്കും. അതിനു മുൻപ് തന്നെ വീണയ്ക്കെതിരെ നടപടിയെടുക്കാനുള്ള സാധ്യതയാണ് ഇഡി തേടുന്നത്. ഇതിനു മുൻപ് ഇഡിക്ക് കുറ്റപത്രം കിട്ടിയാൽ അത് പരിശോധിച്ച് വീണയുടെ അതിവേഗ അറസ്റ്റിനു പോലും ശ്രമിച്ചേക്കാം. മധുരയിൽ CPM പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാനായി ഭർത്താവും മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനൊപ്പം വീണയും പോയിരുന്നു. അന്ന് തഞ്ചാവൂരിൽ ക്ഷേത്ര ദർശനവും നടത്തി. ചില പൂജകളും ചെയ്തു എന്നാണ് വിവരങ്ങൾ. ക്ഷേത്രത്തിന് പുറത്തിറങ്ങി സെൽഫി എടുക്കാനായി വീണ നെറ്റിയിലെ കുറി മാറ്റിയതടക്കം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളും ട്രോളുകളും ഒക്കെയായിരുന്നു. ഈ കുറിമായ്ക്കൽ തിരിച്ചടിയാകുമോ എന്ന ചർച്ചയും ഇപ്പോൾ സജീവമാണ്. ഇതുവരെ SFIOയെ പേടിച്ചാൽ മതിയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ കേസിന്റെ ചുവട് പിടിച്ച് ഇഡിയും CBIയും വരെ ഇറങ്ങുമെന്നും വിദേശ സമ്പാദ്യം തൂക്കാനുള്ള നീക്കത്തിലേക്ക് കടക്കുന്നു എന്നുള്ള വിവരങ്ങളും ഒക്കെ തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. ഇഡി കേസെടുത്താൽ അറസ്റ്റ് ഒഴിവാക്കാനുള്ള നടപടികൾ വീണ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. തൽക്കാലം മാറി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതിനിടെ വീണ എവിടെയുണ്ടെന്ന് നിരീക്ഷിക്കാൻ കേന്ദ്ര ഏജൻസികളും പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഒളിവിൽ പോയാലും കണ്ടെത്താനാണ് നീക്കം. വിദേശത്തേക്ക് പറന്നാലും നിരീക്ഷണം തുടരും. കുറ്റപത്രം പരിശോധിച്ച ശേഷം വീണ വിജയനെ അടക്കം ചോദ്യം ചെയ്യാനാണ് ഇഡിയുടെ നീക്കമത്രേ. സമയം കളയാതെ കുറ്റപത്രം കൈപ്പറ്റി തുടർ നടപടികൾ വേഗത്തിലാക്കുകയാണ് ഇഡിയുടെ ലക്ഷ്യം. SFIOയുടെ അന്വേഷണത്തിൽ കമ്പനികാര്യ ചട്ടത്തിലെ 447 വകുപ്പ് പ്രകാരം ക്രമക്കേട് നടന്നുവെന്നാണ് കണ്ടെത്തിയത്. ഇതിന്റെ ചുവട് പിടിച്ച് ഇഡിക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാകും. CMRL എക്സാലോജിക് ഇടപാടിൽ 1 വർഷം മുൻപ് ഇഡി ECIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. എന്നാൽ കുറ്റകൃത്യം സംബന്ധിച്ച് കേസില്ലാത്തതിനാൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനായില്ല. SFIO അന്വേഷണത്തിൽ വഞ്ചനാ കുറ്റം കണ്ടെത്തിയതോടെ പ്രതിസന്ധി ഒഴിഞ്ഞുകിട്ടി. ഇഡിക്ക് ഇനി സുഗമമായി മുൻപോട്ട് പോകാനാകും എന്നാണ് വിവരങ്ങൾ. കരിമണൽ കച്ചവടത്തിന് നിയമവിരുദ്ധമായ സഹായം ഉറപ്പാക്കാൻ CMRL കമ്പനി വൻതുക ചെലവഴിച്ചെന്ന കേസിൽ അന്വേഷണം നടത്തി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമർപ്പിച്ച കുറ്റപത്രവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വൈകും. SFIO കേസിൽ കേരളത്തിൽ സമർപ്പിക്കപ്പെട്ട ആദ്യ കുറ്റപത്രമായതിനാൽ ഇതിന്റെ നടപടിക്രമം സംബന്ധിച്ചുള്ള പരിചയക്കുറവ് കോടതി നടപടികളെ മന്ദഗതിയിലാക്കിയിട്ടുണ്ട്. കുറ്റപത്രത്തിന് നമ്പർ ഇട്ട ശേഷം SFIOയുടെ അഭിപ്രായം ആരാഞ്ഞിട്ടാകും പകർപ്പ് ഇഡിക്ക് കൈമാറുക. കുറ്റപത്രത്തിന്റെ പകർപ്പ് ലഭിക്കാൻ ഇഡി സാമ്പത്തിക കുറ്റവിചാരണ കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. SFIO കുറ്റപത്രത്തിന്റെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കി നമ്പർ ഇട്ട് ഫയലിൽ സ്വീകരിച്ച ശേഷം ഇഡിയുടെ ഹർജി വിചാരണ കോടതി പരിഗണിക്കുമെന്നാണ് സൂചന. കള്ളപ്പണം വെളുപ്പിക്കൽ, വിദേശ നാണയ വിനിമയ ചട്ട ലംഘനം എന്നിവ SFIO കണ്ടെത്തിയാലും ഇഡിക്കാണ് ഇത്തരം കേസുകളുടെ പ്രോസിക്യൂഷൻ ചുമതല. കേസിൽ PMLA, FEMA കുറ്റങ്ങൾ ചുമത്തുന്ന സാഹചര്യമുണ്ടായാൽ CMRL കമ്പനി അടക്കം പ്രതിപട്ടികയിലുള്ളവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടികളിലേക്ക് ഇഡിക്ക് കടക്കാൻ കഴിയും. അതായത് വീണ വിജയന്റെ സ്വത്ത് കണ്ടുകെട്ടാനും സാധ്യത ഏറെയാണെന്ന്. ഇവിടെയാണ് അടിമുടി പിണറായി പതറി നിൽക്കുന്നത്. മകളെ രക്ഷിച്ചെടുക്കുന്നത് എങ്ങനെയാണ് എന്ന് തലപുകഞ്ഞാലോചിക്കുകയാണ് പിണറായി വിജയൻ ഇപ്പോൾ. ക്ലിഫ് ഹൗസിൽ വിദഗ്ധ സംഘം എത്തിയിട്ടുണ്ടെന്നും വലിയൊരു അഭിഭാഷക സംഘത്തെ തന്നെ കേസിന്റെ എല്ലാ അന്വേഷണങ്ങൾക്കും
പഴുതുകൾ ഉണ്ടാക്കിയെടുക്കുന്നതിനും വേണ്ടി പിണറായി തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. ഇതിനു മുൻപ് പലതവണ വീണയ്ക്ക് നേരെ ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ പൊട്ടിപ്പുറപ്പെട്ടു വന്നതാണ്. അന്ന് മകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പിണറായി കേന്ദ്രത്തിന്റെ കാല് പിടിക്കാൻ, അതായത് മോദിയുടെ കാല് പിടിക്കാൻ പോലും തയ്യാറായ ആളാണ്. ഇപ്പോൾ തന്നെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ ഡൽഹിയിലെ കേരള ഹൗസിൽ വെച്ച് കണ്ടത് വീണയുടെ കാര്യത്തിൽ സംസാരിക്കാൻ വേണ്ടിയാണ് എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു. കാരണം നിർമ്മല സീതാരാമന്റെ വകുപ്പിന് കീഴിലാണ് വീണയുടെ കേസുള്ളത്. അങ്ങനെ നിർമ്മല സീതാരാമനെ പോയി കണ്ടിട്ടും കാര്യമുണ്ടായിട്ടില്ല എന്നാണ് വിവരങ്ങൾ. പിണറായി വിജയനെ ഏറ്റവും കൂടുതൽ ഭീതിപ്പെടുത്തുന്നത്, അതായത് വീണയുടെ കൈകളിൽ വിലങ്ങ് വീഴുമോ എന്ന് പിണറായി ഭയപ്പെടുന്നതിന് മറ്റൊരു കാര്യവും കൂടിയുണ്ട്. മുൻപ് നമ്മൾ പറഞ്ഞതാണ് ആ വിഷയം. അതായത് തെലങ്കാന മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ കവിതയെ അറസ്റ്റ് ചെയ്തിരുന്നു കേന്ദ്ര സംഘം. അത് ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടായിരുന്നു. അങ്ങനെ ഒരു മുഖ്യമന്ത്രിയുടെ മകളെ തൂക്കിയെടുക്കാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല കേന്ദ്ര സംഘം. അതുകൊണ്ട് തന്നെ വീണയിലേക്കും എത്തുന്നതിന് ഒരു മടിയും കേന്ദ്ര അന്വേഷണ സംഘം വയ്ക്കില്ല. ഉറപ്പായും വീണയുടെ കൈകളിൽ വിലങ്ങ് വയ്ക്കുന്നതിനുള്ള എല്ലാ തെളിവുകളും SFIOയുടെയും EDയുടെയും പക്കലുണ്ട്. എന്നിട്ടും അവർ മടിച്ചു നിൽക്കുന്നത് കേന്ദ്രത്തിൽ നിന്നുള്ള അറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇവിടെ കൃത്യമായി പറയുകയാണെങ്കിൽ കേന്ദ്ര സർക്കാർ ഇവിടെ രാഷ്ട്രീയം കളിച്ചില്ലെങ്കിൽ, കേരളത്തിൽ സീറ്റ് കിട്ടുന്നതിന് വേണ്ടി തറ രാഷ്ട്രീയം കളിക്കാതിരുന്നാൽ ഉറപ്പായും വീണയുടെയും കൈകളിൽ വിലങ്ങ് വീഴുമെന്നുള്ളത് ഉറപ്പാണ്. എന്നെ വേട്ടയാടുന്നതിന് വേണ്ടിയാണ് വീണയെ കുരുക്കാൻ ശ്രമിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തി പിണറായി വിജയൻ പറഞ്ഞല്ലോ. എന്നാൽ അത്ര നിഷ്കളങ്കരാണോ ഈ പിണറായി വിജയനും മകൾ വീണ വിജയനും? ഇരുവരുടെയും കോണത്തെക്കുറിച്ച് ഇവരുടെ ഒപ്പമുണ്ടായിരുന്ന, ഇപ്പോൾ പാർട്ടിക്കും പിണറായി വിജയനും എതിരായി നിൽക്കുന്ന ശക്തിധരൻ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: എത്ര കൊല്ലും കൊലയും നടത്തിയിട്ടുണ്ടെങ്കിലും പിണറായി വിജയന്റെ ശരീരത്തിലും ഒരു മനുഷ്യ ഹൃദയം ഉണ്ടെന്നത് മനസ്സിലാക്കിയ എത്ര സുമനസ്സുകൾ ഇവിടെയുണ്ട്. അതെനിക്ക് മനസ്സിലായത് കഴിഞ്ഞ ദിവസമാണ്. മകൾ വീണ പ്രോസിക്യൂഷൻ ഇരയായതോടെയാണ് ഒരച്ഛൻ്റെ പരിഭ്രാന്തിയും ഉൾക്കിടലവും എന്തെന്ന് മനസ്സിലാക്കിയത്. വിഹ്വലതയാർന്ന ആ മുഖത്ത് ഘനീഭവിച്ച് നിന്നത് നൊമ്പരമാണോ പ്രതികാരാഗ്നിയാണോ? എൻ്റെ രക്തമാണ് നിങ്ങൾക്ക് വേണ്ടത്, അത് എളുപ്പം കിട്ടില്ല എന്ന പഞ്ച് ഡയലോഗ് പത്രസമ്മേളനത്തിൽ പിണറായി വിജയന്റെ നാവിൽ നിന്ന് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ഹൃദയാലുവിനോടുള്ള സ്നേഹം ഒന്നാളിയോ അറിയില്ല. മനോരമയെ ആവർത്തിച്ച് പുലഭ്യം വിളിക്കുന്ന മുഖ്യമന്ത്രിയെ കണ്ടല്ലോ. മകളെക്കുറിച്ച് മനോരമ എന്തെങ്കിലും പറഞ്ഞിട്ടാണോ ഈ പുലയാട്ട്? എന്തൊരു കുശാഗ്ര ബുദ്ധിയാണ്! മനോരമയാണ് വാർത്തയ്ക്ക് പിന്നിലെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചാൽ പിന്നെ ആ വാർത്ത പാർട്ടി അണികൾ തള്ളിക്കൊള്ളുമെന്ന മുഖ്യമന്ത്രി കരുതുന്നത്. നീയെല്ലാം EMS കെട്ടിപ്പടുത്ത പത്രം ഉപയോഗിച്ച് എത്ര കോടികൾ വിഴുങ്ങി. പ്രകൃതി വിരുദ്ധത്തിന് വഴങ്ങി രാപ്പനി അനുഭവിച്ച് ശീലിച്ചവർ എന്തൊക്കെ നേടി. പക്ഷേ ഒരമ്മ മെയ് 4 ഓർമ്മകളുമായി ഒഞ്ചിയത്തെ ബലികുടീരത്തിൽ കാവലിരിക്കുന്നു. നൊന്തുപെറ്റ മകൻ ആ ദിവസം തനിക്കായി ഈ ബലിപീഠത്തിൽ ഉയർത്തെഴുന്നേറ്റ് വരും. അതിനി വളരെ കുറച്ച് ദിവസങ്ങൾ കണ്ണിമ വെട്ടാതിരുന്നാൽ മതിയല്ലോ. ആ ദുഷ്ടന്മാർ എൻ്റെ മകനെ കശാപ്പ് ചെയ്തപ്പോൾ മകൻ്റെ മുഖം 51 മാംസപിണ്ഡങ്ങളാക്കി വെട്ടി നുറുക്കിയത് അത് ചേർത്ത് വെച്ചാൽ പെറ്റമ്മയ്ക്ക് പോലും തിരിച്ചറിയാതിരിക്കണമെന്ന് കാരണഭൂതന് വാക്കുകൊടുത്ത് അതിൻ്റെ പ്രതിഫലം കൂടി കണക്ക് പറഞ്ഞ് കുഞ്ഞനന്തൻ വാങ്ങിയിരുന്നത് കൊണ്ടാണത്രേ. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തലയെടുപ്പോടെ നിന്നിരുന്ന പിണറായി വിജയൻ ശീർഷാസനത്തിൽ നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. കാലിൽ രാജവെമ്പാലയാണ് ചുറ്റിക്കിടക്കുന്നതെങ്കിലും അത് വെറും ഓലപ്പാമ്പാണെന്ന് പറഞ്ഞ് പുച്ഛിച്ച് ഊശിയടിക്കുന്ന പിണറായി വിജയനെ അല്ല കണ്ടത്. പിടിക്കപ്പെട്ടതിനേക്കാൾ വലുത് മാളത്തിനുള്ളിലുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകാൻ കിങ്കരൻ ജോൺ ബ്രിട്ടാസ് പാത്തും പതുങ്ങിയും ഒപ്പമുണ്ടെന്ന് മാത്രം. ഇപ്പോൾ മറുകണ്ഠം ചാടി രക്ഷപ്പെടണമോ അതോ എല്ലാവരെയും ജയിലിനുള്ളിലേക്ക് കൊണ്ടുപോയിട്ട് കളം മാറി ചവിട്ടിയാൽ മതിയോ എന്ന സന്നിഗ്ധതയിലാണ് കിങ്കരൻ.